കംപ്രസിബിൾ ഫ്ലോയും ഇൻകംപ്രസിബിൾ ഫ്ലോയും വരെ നമ്മൾ പഠിച്ചു. ഇനി അഞ്ചാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ ആണ്. റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ. റൊട്ടേഷണൽ ആൻഡ് ഇറൊട്ടേഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ അതും അതിൻ്റെ സെൻറ്റൻസിനകത്തുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്ലോ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാത്ത ഫ്ലോ. എന്ത് റൊട്ടേറ്റ് ചെയ്യണമെന്ന് മാത്രം അധികം പഠിച്ചാൽ മതി. റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് വൈൽ ഫ്ലോയിങ് അലോങ് ദ സ്ട്രീം ലൈൻ ആൾസോ റൊട്ടേറ്റ് അബൌട്ട് ദെയർ ഓൺ ആക്സിസ്. അതായത് ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു സ്പേസിൽ കൂടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൈപ്പിൽ കൂടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇറ്റ്സ് ഓൺ ആക്സിസിൽ അതിൻ്റെ ആക്സിസിൽ എന്ത് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, റൊട്ടേഷണൽ ഫ്ലോ എന്ന് പറയും. അപ്പോൾ അതെങ്ങനെ ഡിഫൈൻ ചെയ്യും? റൊട്ടേഷണൽ ഫ്ലോ ഈസ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ. അങ്ങനെയുള്ള ഫ്ലോയാണ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ. അതിൻ്റെ പ്രത്യേകത എന്താ? ഇൻ വിച്ച്, ആ ഫ്ലോയിൽ in which that type of flow in which ഇതിൻ്റെ പ്രത്യേകത the fluid particle while flowing, the fluid particle while flowing, അത് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലോയിങ് എലോങ് എ സ്ട്രീം ലൈൻ, ഒരു പർട്ടിക്കുലർ സ്ട്രീം ലൈനിലല്ലേ മൂവ് ചെയ്യുന്നത്, along a stream line, ഒരു സ്ട്രീം ലൈൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ also rotates about their own axis. അത് അതിൻ്റെ ആക്സിസിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എബൌട്ട് ഭൂമി കറങ്ങുന്ന പോലെ their own axis. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്ന റൊട്ടേഷണൽ ഫ്ലോ ആകുന്നത്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് റൊട്ടേറ്റിംഗ്, ഇഫ് ദ പാർട്ടിക്കിൾ വൈൽ ഫ്ലോയിങ് അലോങ് സ്ട്രീം ലൈൻ ഡസ് നോട്ട് അല്ലെങ്കിൽ ഡു നോട്ട് റൊട്ടേറ്റ് എബൌട്ട് ദെയർ ഓൺ ആക്സിസ്, ദെൻ ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ ഈസ് എന്താണ് കാൾഡ് റൊട്ടേഷണൽ ഫ്ലോ. ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് നോട്ട് റൊട്ടേറ്റിംഗ് in its own axis while flowing, ഫ്ലോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അത് ഇറ്റ്സ് ഓൺ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഫ്ലോയിങ്, ഇറ്റ് ഈസ് കോൾഡ് എന്താണ്, ഇറൊട്ടേഷണൽ ഫ്ലോ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ടൈപ്പ് ഓഫ് ഫ്ലോ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ലാസ്റ്റ് വൺ, സിക്സ്ത് വൺ, 1 dimensional, 2 dimensional and 3 dimensional flow. എന്താണ് 1, 2, 3 dimensional flow. അപ്പോൾ 1 dimensional, 2 dimensional, 3 dimensional flow. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ്. ഈ ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ ഒരു പൈപ്പിൽ കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. ഈ പൈപ്പ് ഒരു 3 ഡയമെൻഷൻ സാധനമാണ്. അതായത് എന്തുണ്ട്, ഒരു എക്സ് ഡയറക്ഷനുണ്ട്, മുകളിലേക്ക് പോയാൽ അത് വൈ ഡയറക്ഷനായി. പൈപ്പ് ഒരു 3 ഡയമെൻഷൻ ഇസഡ് ഡയറക്ഷൻ ഒരു സാധനമുണ്ട്, അത് പൈപ്പ് ഇങ്ങനെ ഇരിക്കുക അല്ലേ. അപ്പോൾ ഈ പാർട്ടിക്കിളിനെ എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം, എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, ഇസഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. ഈ 3 ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ അത് 3 ഡയമെൻഷണൽ ഫ്ലോ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദ വെലോസിറ്റീസ്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ വെലോസിറ്റി നമ്മൾ എടുക്കുന്നു, ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എടുക്കുന്നു. ഈ വെലോസിറ്റിക്ക് എക്സ് ഡയറക്ഷനിൽ ഒരു കമ്പോണൻറ്റ് കാണും, വൈ ഡയറക്ഷനിൽ ഒരു കമ്പോണൻറ്റ് കാണും, ഇസഡ് ഡയറക്ഷനിൽ ഒരു കമ്പോണൻറ്റ് കാണും. അപ്പം വെലോസിറ്റി, അപ്പോൾ വെലോസിറ്റിയിലെ എക്സ് ഡയറക്ഷനുള്ള കമ്പോണൻറ്റ് നമ്മൾ നോർമലി നമ്മൾ യു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. വൈ ഡയറക്ഷനുള്ള കമ്പോണൻറ്റ് നമ്മൾ വി എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. ഇസഡ് ഡയറക്ഷനുള്ള കമ്പോണൻറ്റ് നമ്മൾ ഡബ്ല്യു എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം അപ്പോൾ 3 ഡയമെൻഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ഡയമെൻഷണൽ ഫ്ലോ എന്താണ്, 3D ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് ഈസ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ, ഇറ്റ് ഈസ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ
in which എന്താ സംഭവിക്കുന്നത്, in which the velocity is a function of time and 3 mutually perpendicular directions. 3 mutually perpendicular ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ 3 ഡയറക്ഷനിൽ 3 വെലോസിറ്റി കമ്പോണൻസ് ആണ്. അതായത് ഒരു 3 ഡയമെൻഷണൽ ഫ്ലോ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എക്സ് വൈ, അപ്പം എന്ന് പറഞ്ഞാൽ യു എന്ന് പറയുന്നതാണ് നമ്മുടെ വെലോസിറ്റി എന്ന് വയ്ക്കുക. എന്ന് പറഞ്ഞാൽ ഈ യു എന്ന് പറയുന്ന സാധനം ഇറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഇൻ എന്താണ് ഒന്നാമത്തെ കാര്യം ടൈം ഉണ്ടാവും. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ടൈമുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ എക്സും കാണും, വൈ കോർഡിനേറ്റ് കാണും, ഇസഡ് കോർഡിനേറ്റ് കാണും. 3 ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊരു 3 ഡയമെൻഷണൽ ഫ്ലോയിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സാധനമാണ്. ഇനി ഇപ്പോൾ 2 ഡയമെൻഷണൽ ഫ്ലോ ആണെങ്കിലോ 2 ഡയറക്ഷൻ മാത്രമേ ആ വെലോസിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ 2 ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ in which എന്താണ് the velocity is a function of എന്താണ് ടൈം ആൻഡ് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ വരെ 2 ഡയറക്ഷൻസ്, എക്സോ വൈയോ അല്ലെങ്കിൽ എക്സോ ഇസഡോ അല്ലെങ്കിൽ വൈയോ ഇസഡോ ഏതെങ്കിലും 2 ഡയറക്ഷൻ. 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ യു എന്ന് പറയുന്ന വെലോസിറ്റി ഇപ്പോൾ ക്യാപിറ്റൽ യു ആണേ, ക്യാപിറ്റൽ യു ആണ് പറയുന്നത്. യു എന്ന് പറയുന്ന വെലോസിറ്റി ഈസ് എ ഫംഗ്ഷൻ ഇൻ ടൈം, എക്സും വൈയും, ഇസഡ് കമ്പോണൻ്റ് ഇല്ല. ഇപ്പോൾ 2D ഫ്ലോ ആയി. ഇനി 3D ഫ്ലോ ആണെങ്കിൽ 1 ഡയമെൻഷണൽ ഫ്ലോ ആണെങ്കിൽ 3D ഫ്ലോ നമ്മൾ പറഞ്ഞു ആദ്യം. ഇനി 1 ഡയമെൻഷണൽ ഫ്ലോ ആണെങ്കിൽ ഒരു വെലോസിറ്റി കമ്പോണൻസേ ഉള്ളൂ. എക്സ് ഡയറക്ഷനുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് മാത്രമേ ആണോ, അല്ലെങ്കിൽ വൈ ഡയറക്ഷനുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് മാത്രമേ ആണോ, അല്ലെങ്കിൽ ഇസഡ് ഡയറക്ഷനുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് മാത്രമേ ആണോ. അപ്പം ഇങ്ങനെ പറയും, ഇറ്റ് ഈസ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ in which the velocity is a function of time and 1 direction അല്ലെങ്കിൽ 1 ഡയറക്ഷണൽ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ യു, ക്യാപിറ്റൽ ലെറ്റർ യു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഇൻ ടൈം ആൻഡ് ഏതെങ്കിലും 1 ഡയറക്ഷനുള്ള കമ്പോണൻറ്റ് മാത്രം അവിടെ ഉണ്ട്. അപ്പം ടിയും എക്സും. അപ്പോൾ ഇതാണ് നമ്മുടെ അവിടുത്തെ വെലോസിറ്റിയുടെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധനത്തിൽ നമുക്കൊരു വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു എന്ന് പറയുന്നതാണ് നമ്മുടെ വെലോസിറ്റി എന്ന് വയ്ക്കുക. ക്യാപിറ്റൽ ലെറ്റർ യു റെപ്രസെൻറ്റ്സ് എന്താണ് വെലോസിറ്റി ഓഫ് എ എന്താണ് വെലോസിറ്റി അറ്റ് എ പോയിൻ്റ് എന്ന് പറയുന്നത് അല്ലേ. വെലോസിറ്റി അറ്റ് എ പോയിൻ്റ് നമ്മൾ യൂളേറിയൻ അപ്രോച്ച് അല്ലേ പറയുന്നത്. അപ്പോൾ പോയിൻറ്റിന് വിത്ത് റെസ്പെക്റ്റ് വെലോസിറ്റി പറഞ്ഞാൽ മതി, പാർട്ടിക്കിളിന് വിത്ത് റെസ്പെക്റ്റ് പറയേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഹാസ് 3 കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ വെലോസിറ്റി പോകുമ്പോൾ ഒരു കമ്പോണൻ്റ് കാണും, വൈ ഡയറക്ഷനിൽ വെലോസിറ്റി പോകുമ്പോൾ ഒരു കമ്പോണൻ്റ് കാണും, ഇസഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി പോകുമ്പോൾ ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റിനെ നമ്മൾ എന്താ പറയുന്ന യു എന്നാണ് പറയുന്നത്. വെലോസിറ്റി കമ്പോണൻറ്റ് ഇൻ എന്ത് ഡയറക്ഷൻ, എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു യു. വെലോസിറ്റി കമ്പോണൻറ്റ് ഇൻ വൈ ഡയറക്ഷൻ എന്താണ്, velocity component in y direction, that is v. velocity component in z direction, u v w. 3 കമ്പോണൻസ് ഉണ്ട്. സോ അങ്ങനെ 3 ഡയറക്ഷൻസിലും 3 വാല്യൂസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 3 ഡയമെൻഷണൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു 3 ഡയമെൻഷണൽ സിസ്റ്റത്തിൽ യു ഉണ്ടാവും, വി ഉണ്ടാവും, ഡബ്ല്യു ഉണ്ടാവും.
ടു ഡയമെൻഷണൽ ഫ്ലോയിൽ എക്സും വൈയേ ഉള്ളൂ. അപ്പോൾ ഇസഡ് ആണെങ്കിൽ ഡബ്ല്യു കമ്പോണൻറ്റ് 0 ആയിരിക്കും, ഇസഡ് കമ്പോണൻറ്റ് 0 ആയിരിക്കും, വെലോസിറ്റി കമ്പോണൻറ്റ്. ഇവിടെ ആണെങ്കിൽ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പം യുവും വിയും ഡബ്ല്യുവും എന്താണ് നമുക്ക് പറയാം 0 എന്ന് പറയാം. എന്താണ് വൈ കമ്പോണൻറ്റ് ഇസഡ് കമ്പോണൻറ്റും 0 ആണ്. വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. ഡിസ്ചാർജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോ ചെയ്യുന്ന ഒരു സാധനത്തിന് ഉണ്ടാവേണ്ട മിനിമം സാധനമാണ് ഡിസ്ചാർജ്. അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി മെഷർമെൻ്റ് ആണ്. എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോ, റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് എന്താണ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടി വാട്ടർ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു സാധനം ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു നോക്കിയാൽ പെർ സെക്കൻഡ് എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വരും? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. അപ്പോൾ ഡിസ്ചാർജ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ബൈ യൂസിങ് ദ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ആണ്, ക്യാപിറ്റൽ ലെറ്റർ ക്യൂ. അപ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ്സ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the quantity of എന്താണ് fluid flowing per second. എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ അവിടുത്തെ ഏരിയനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്യൂ ഏരിയ എന്ന് പറയുന്നത് എന്തിലായിരിക്കും കിട്ടുന്നത്? മീറ്റർ സ്ക്വയർ. ഇതിന് ക്രോസ് സെക്ഷൻ ഏരിയ, ഇപ്പോൾ സർക്കിളാണെങ്കിൽ സർക്കിളിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ, സർക്കിളിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് നമ്മൾ എന്ത് പറയുന്നത് എ എന്ന് പറയുന്നത്. മീറ്റർ സ്ക്വയർ കിട്ടും. വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് കിട്ടും? മീറ്റർ പെർ സെക്കൻഡ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലായിരിക്കും ഇതിൻ്റെ യൂണിറ്റ് വരുന്നത്, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ദാറ്റ് മീൻസ് വോളിയം ഫ്ലോയിങ് പെർ സെക്കൻഡ് ആണ് ഡിസ്ചാർജ് എന്ന് എനിക്ക് പറയാൻ പറ്റും. മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലേ? മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റാണ്? വോളിയത്തിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ വോളിയം ഫ്ലോയിങ് പെർ സെക്കൻഡാണ് ഇവിടുത്തെ എന്ത് പറയൽ? ഡിസ്ചാർജ് എന്നെനിക്ക് പറയൽ. അപ്പോൾ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇതാണ് ഡിസ്ചാർജ് എങ്കിൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് വോളിയം ഫ്ലോയിങ് പെർ സെക്കൻഡാണ് നമ്മൾ ഈ കണ്ടുപിടിച്ച ഈ സാധനമൊക്കെ ആണെങ്കിൽ വാട്ട് യു മീൻ ബൈ, അല്ലെങ്കിൽ നമുക്ക് ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ, വാട്ട് ഈസ് ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ? മാസ് ഫ്ലോയിങ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ ഡിസ്ചാർജിൻ്റെ കേസ് എടുത്താലും ഡിസ്ചാർജ് വിൽ ബി കോൺസ്റ്റൻറ്റ്. അത് ഒരു പൈപ്പിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ 2 സെക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ചാർജ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നതിനാണ് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിങ്ങ് പറയാം. നെക്സ്റ്റ് വൺ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ഇത് എന്തിനെ ബേസ് ചെയ്താണ് പറയുന്നത്? ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത്. അതായത് ഒരു ഫ്ലൂയിഡ് ഫ്ലോയിൽ നമ്മളൊരു പൈപ്പ് എടുക്കുകയാണ്. അപ്പോൾ പൈപ്പിനൊരു പ്രത്യേകതയുണ്ട്. പൈപ്പ് ഇപ്പോൾ ക്രോസ് സെക്ഷൻ വേരി ചെയ്യുന്ന ഒരു പൈപ്പാണെന്ന് വെച്ചോ. അതായത് ഇവിടുത്തെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, അതായത് 1 എന്ന് പറയുന്ന പോയിൻറ്റ്, ഇത് 2 എന്ന് പറയുന്ന പോയിൻറ്റ്. ഇപ്പോൾ നമ്മൾ ലഗ്രാഞ്ചിൻ്റെ അപ്രോച്ച് അല്ല, ഊളേറിയൻ അപ്രോച്ച് അല്ലെങ്കിൽ ഓയിലേഴ്സ് അപ്രോച്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ 2 സ്ഥലത്ത് ഇവിടുത്തെ സെക്ഷൻ 1ഉം ഇവിടുത്തെ സെക്ഷൻ 2 ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുമ്പോൾ ലെറ്റ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇവിടുന്ന് ഇതുവരെ ഉള്ളൂ. ഏരിയ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്, ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ആണ്. ഇവിടെ കൂടെ പോകുന്ന വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് V1 ആണ്, ഇവിടുത്തെ വെലോസിറ്റി ഓഫ് ഫ്ലോ V2 ആണ്. ഇവിടെ പോകുന്ന വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ρ1 ആണ്, ഇവിടുത്തെ ഫ്ലോയിൻ്റെ വാട്ടറിൻ്റെ ഡെൻസിറ്റി ρ2 ആണ്. എന്നാൽ മാസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റും, ദ റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 1. ഇത് റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 1 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 1 എന്താണ്? ഇവിടുത്തെ റേറ്റ് ഓഫ് ഫ്ലോ റോ ഇൻറ്റു എ ഇൻറ്റു വി ആയിരിക്കും. ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആയിരിക്കും. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് പെർ വോളിയം, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റർ സ്ക്വയർ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ ക്യൂബ് വെട്ടിപ്പോയി ആൻസർ എന്ത് കിട്ടും? കിലോഗ്രാം പെർ സെക്കൻഡ്. അപ്പോൾ ഈ കാണുന്നതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം പെർ സെക്കൻഡ് ആണ്. കിലോഗ്രാം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത്ര മാസ് പെർ സെക്കൻഡ് അതിൽ കൂടെ പോവുക.
ഇവിടെ കൂടെ ഈ ഒരു സെക്ഷനിൽ കൂടി ഇത്രയും കിലോഗ്രാം പെർ സെക്കൻഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് ഇതുവഴി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത്രയും കിലോഗ്രാം പെർ സെക്കൻഡ്. അപ്പം റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 2 ആണെങ്കിലോ, അറ്റ് സെക്ഷൻ 2 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടുത്തത് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി, ρ2 ഇൻറ്റു A2 ഇൻറ്റു V2, അത്രയും കിലോഗ്രാം പെർ സെക്കൻഡാണ് അവിടെ കൂടെ പോകുന്നത്. ഇവിടെ കയറുന്നതേ ഇവിടെ കൂടെ ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ ഫ്രം കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ഫ്രം കൺസർവേഷൻ ഓഫ് മാസ്, അതായത് മാസ് എന്ന് പറയുന്നത് കൺസർവ്ഡ് ആണ്, അതായത് കയറുന്നത് ഇറങ്ങിപ്പോകും, പുതിയതോ ഉണ്ടാകത്തില്ല. അപ്പോൾ കൺസർവേഷൻ ഓഫ് മാസ് വെച്ചിട്ട് റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 1ഉം റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 2 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 1 ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഫ്ലോ അറ്റ് സെക്ഷൻ 2 എന്ന് പറയുമ്പോഴത്തേക്ക് ρ1 A1 V1 എന്ന് പറയുന്നത് ഈക്വൽ ടു ρ2 A2 V2. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇഫ് ഫ്ലൂയിഡ് ഫ്ലോ ഈസ് എന്താണ്, ഇൻകംപ്രസിബിൾ, കംപ്രസ് ചെയ്യാൻ പറ്റാത്തതാണ്. നമ്മൾ ഇൻകംപ്രസിബിൾ പഠിച്ചായിരുന്നു. ഇൻകംപ്രസിബിളിൻ്റെ പ്രത്യേകത ഡെൻസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഡെൻസിറ്റി കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എന്താണ്, ρ1ഉം ρ2ഉം ഈക്വലാണ്, വിച്ച് ഈസ് ഈക്വൽ ടു റോ എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും, റോ ഇൻറ്റു A1 V1 ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു A2 V2. റോയും വെട്ടിപ്പോയാൽ കണ്ടിന്യൂറ്റി ഇക്വേഷന് വേറൊരു മാനം A1 V1 ഈക്വൽ ടു A2 V2. ഡിസ്ചാർജ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഡിസ്ചാർജ് എന്ന രീതിയിൽ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ക്യാമറ ഒന്ന് തുടച്ച് വെക്കാൻ പറ്റിയല്ലേ, അതുകൊണ്ട് ഒരു ചെറിയ പോച്ചിലുണ്ട് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കുറേ ബേസിക്സ് പറഞ്ഞു തീർക്കാൻ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പടപടാന്ന് പറഞ്ഞിട്ടൊക്കെ പോയത്. ഇത് വെച്ചിട്ട് നമുക്ക് വെലോസിറ്റി ആക്സലേഷൻ കാൽക്കുലേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ സിമ്പിളാണ്. നമുക്ക് അത്രയ്ക്കും വലിയ സാധനങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാനില്ല, ഇത് വലുതായിട്ട് പഠിക്കാനില്ല. അപ്പോൾ അത് നമുക്ക് വെലോസിറ്റിയും ലോക്കൽ ആക്സലേഷനും കൺവെക്റ്റീവ് ആക്സലേഷൻ എന്താണെന്നും വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്താണെന്നും സ്ട്രീം പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്താണെന്നും എന്നൊക്കെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവർ പറയാനുള്ളൂ. നമുക്കത് വഴിയെ നോക്കാം.